ഗിന്നസ് ബുക്കിലിടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2026 മാർച്ച് 3 ചൊവ്വാഴ്ച. അടുപ്പുവെട്ട് രാവിലെ 9:45. പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:15. ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ അടുത്ത ദിവസം ഡൽഹിയിലേക്ക് തിരിക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് ഡൽഹിയിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാക്കൾ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തും. അതേസമയം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വളരെ വേഗത്തിൽ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. നേരത്തെ ഒരു ഘട്ടത്തിലുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീണ്ടുപോകുന്ന കൊണ്ടാണ് അത് മാറ്റിവെച്ചത്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായ മധുസൂദൻ മിസ്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം ഫെബ്രുവരി 23 നടക്കാനിരുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയും മാറ്റിവെച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 35 മുതൽ 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. അതിനിടെ VD സതീശൻ നയിക്കുന്ന പൊതുയാത്ര ശനിയാഴ്ച കൊല്ലം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. രാവിലെ പത്തനാപുരത്ത് നിന്ന് ജാഥാ പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി വിവിധ രംഗങ്ങളിലുള്ളവരുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ജില്ലയിൽ 10 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പര്യടനം കടന്നു പോകുന്നുണ്ട്. സമാപന സമ്മേളനം തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് കൊല്ലം കണ്ടോൺമെന്റ് മൈതാനത്ത് വൈകിട്ട് നടക്കും. ജാഥയ്ക്ക് ജില്ലയിൽ പോലീസ് കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്ക് നേരത്തെ കണ്ണൂരിൽ പ്രതിഷേധമുണ്ടായതിനു പിന്നാലെ ജില്ലയിലെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും യാത്രയിൽ പങ്കുചേരും. അതേസമയം ലോക്പോൾ പ്രീപോൾ സർവേ പുറത്തു വരുമ്പോൾ CPM LDF ക്യാമ്പുകളിൽ ശ്മശാന മൂകതയാണ്. കാരണം സാധാരണ ചില ഉടായ്പ് സർവേ പോലെയല്ല ലോക്പോൾ സർവേ എന്ന് അവർക്ക് ഉറപ്പുണ്ട്. നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പിൽ ഈ ലോക്പോൾ ഒരു പ്രീപോൾ നടത്തിയത് നമ്മൾ കണ്ടു. അക്ഷരം പ്രതി ആ സർവേ ഫലം കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാസങ്ങളോളം കേരളത്തിൽ നിരീക്ഷണം നടത്തി അഭിപ്രായങ്ങൾ ശേഖരിച്ച അവർ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാളയം സന്തോഷത്തിൽ മതിമറയുകയുന്നുണ്ട്. മൂന്നാം പിണറായി സർക്കാരിന്റെ മോഹം അതിമോഹമായി തന്നെ അവശേഷിച്ച LDFന് ഇനി എന്നേക്കുമായി ഭരണത്തിൽ നിന്നും ഇറങ്ങാമെന്ന് പ്രീപോൾ സർവേ അടിവരയിട്ട് പറയുന്നു. 81 മുതൽ 86 സീറ്റുകൾ UDFന് കിട്ടുമെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. പ്രീപോൾ സർവേ ഫലം UDFന് അനുകൂലമായതോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി